അന്നദാന മണ്ഡപ ചുവരിലിനി പുലിപ്പുറത്തേന്തിയ അയ്യപ്പന്റെ കൂറ്റൻ ചിത്രം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അനാച്ഛാദനം നിർവഹിച്ചു. ശബരിമലയിൽ ഭിന്നശേഷിക്കാരനായ മനുവെന്ന ചിത്രകാരൻ സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുവരിൽ വരച്ച പുലിപ്പുറത്തേന്തിയ അയ്യപ്പന്റെ കൂറ്റൻ ചുവർച്ചിത്രം അനാച്ഛാദനം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്താണ് അനാച്ഛാദനം നിർവഹിച്ചത്. അയ്യപ്പന്റെ ജീവൻ തുളുമ്പുന്ന ചിത്രം മനുവിന്റെ ദേവസ്പർശമുള്ള കരങ്ങളിലൂടെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും അനുഗ്രഹീതനായ കലാകാരനാണെന്നും ദേവസ്വം ബോർഡ് എല്ലാ സഹായവും ഒരുക്കി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം ചേകം മഞ്ജുവിലാസത്തിൽ മനുവെന്നറിയപ്പെടുന്ന മനോജ് കുമാറാണ് 20 അടി പൊക്കമുള്ള അയ്യപ്പന്റെ ചുവർ ചിത്രം വരച്ചത്. ചുവരൊരുക്കിയ ശേഷം 4 ദിവസം കൊണ്ടാണ് ചിത്രരചന പൂർത്തീകരിച്ചത്. ജന്മന വലതുകൈ മുട്ടിനു താഴെയില്ലാത്ത മനു ഇടം കൈ മാത്രം ഉപയോഗിച്ചാണ് അയ്യപ്പന്റെ കമനീയമായ ചിത്രം വരച്ചത്. ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രം വരച്ചിരിക്കുന്നത്. അന്നദാന മണ്ഡപത്തിലും മാളികപ്പുറം ക്ഷേത്രത്തിനു സമീപത്തെ പന്തളം രാജകുടുംബാംഗം താമസിക്കുന്ന കെട്ടിടത്തിന്റെ ചുവരുകളിലുമായി മണികണ്ഠന്റെ ജനനം, തുടർന്ന് കാട്ടിൽ നിന്ന് കണ്ടെടുത്തതു മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ 6 ചിത്രങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നവംബർ 10-നാണ് മനു സന്നിധാനത്ത് എത്തിയത്. ദിവസം 1 എന്ന നിലയിൽ 25 ചിത്രങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിത്രരചന പഠിച്ച മനു വാഹനങ്ങൾക്ക് നമ്പർ എഴുതിക്കൊടുത്താണ് ഉപജീവനം നയിച്ചിരുന്നത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ചുവരുകളിൽ മനു ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്താണ് മനുവിന് കൂടുതൽ ക്ഷേത്രങ്ങളിൽ ചുമർ ചിത്രങ്ങൾ വരയ്ക്കാൻ അവസരം നൽകിയത്. പന്തളം കൊട്ടാരത്തിൽ ഉൾപ്പെടെ മനു ചിത്രങ്ങൾ വരച്ചു. സന്നിധാനത്ത് അയ്യപ്പന്റെ ചിത്രം വരയ്ക്കാൻ ലഭിച്ച അവസരം ഭാഗ്യമായും നിയോഗമായും കാണുന്നതായി മനു പറഞ്ഞു. കഠിനമായ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ടെങ്കിലും അയ്യപ്പന്റെ എല്ലാ അനുഗ്രഹവും തനിക്കുണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഓഫീസർ B മുരാരി ബാബു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B രാജേഷ് മോഹൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ G മനോജ് കുമാർ, G സന്തോഷ് കുമാർ, അനൂപ് രവീന്ദ്രൻ, സുനിൽ കുമാർ എന്നിവർ ഈ ചടങ്ങിൽ സന്നിഹിതരായി. മനു എന്ന് പറയുന്ന പത്തനാപുരത്തെ ചേകം സ്വദേശിയാണ് ഈ ഭഗവാന്റെ ദിവ്യത്വം തുളുമ്പുന്ന ഈ ഒരു പടം ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ പടം മാത്രമല്ല, ശബരിമലയിലേക്ക് ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ദൈവസ്പർശമുള്ള കരങ്ങളിൽ നിന്ന് വിരിഞ്ഞു വന്നതാണ്. ഇദ്ദേഹത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായി ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്. ഇദ്ദേഹത്തെ അറിഞ്ഞ മാത്രയിൽ തന്നെ ഞങ്ങളുടെ സുധീഷ് മുഖാന്തരം അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വന്നു നിന്ന് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്നു നിന്ന് ഭഗവാന്റെ ചിത്രം വരയ്ക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന്റെ ചിത്രീകരണം, ഭഗവാന്റെ പുരാണ ചിത്രീകരണമാണ് ഇവിടെ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിന് എല്ലാവിധമായ സഹായങ്ങളും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ജീവനക്കാരും, പ്രത്യേകിച്ച് മരാമത്ത് വിഭാഗമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ വേണ്ട എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ എല്ലാവരുടെയും ഒരു 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 സപ്പോർട്ടോടു കൂടിയാണ് മനു ഇത് പൂർത്തിയാക്കുന്നത്. മറ്റു കാര്യങ്ങൾ മനു പറയും. പിന്നെ ഞങ്ങളുടെ ഒരു പഴയ ഒരു നിലയ്ക്കൽ ആയിരുന്ന സ്മിതിൻ, അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ഫൈനാൻഷ്യൽ സഹായങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധമായ പിന്തുണയും മനുവിനുണ്ട്. മനു ഇവിടെ നിൽക്കുകയാണ്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മനു. ബാക്കി മനു പറയും. ആദ്യം നന്ദി അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറിന് എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി അർപ്പിക്കുന്നു. കാരണം ഞാൻ ഈ ഇടത് കൈ കൊണ്ട് ചിത്രങ്ങൾ വരച്ചാൽ ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു അന്ന് വിഷമത്തോടെ. അന്ന് ആ വിഷമം കണ്ട് ഇന്ന് തന്നെ ഭഗവാൻ എന്നെ കണ്ടു എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതായത് അത് പ്രസിഡന്റ് സാറിലൂടെ എനിക്കിവിടെ എത്താൻ പറ്റി. ഈ ചിത്രങ്ങൾ എനിക്ക് ഈ വലിയ ചിത്രം തന്നെ വരയ്ക്കുമ്പോൾ ഞാൻ ആകെ വിഷമിച്ച്, ഇത്രയും ഹൈറ്റിൽ എങ്ങനെ കയറിയെന്ന് ഒരു കൈ കൊണ്ട് വരയ്ക്കും എന്നൊരു വിഷമത്തോടെ ഇരുന്നപ്പോൾ തന്നെ അറിയില്ല, എന്തോ ഒരു ശക്തി എന്നിൽ അങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കാൻ പറ്റിയത്. പിന്നെ ഇതിന് കുറേ പെയിൻറ്റും ഒക്കെ വാങ്ങിച്ച് തരേണ്ടതുണ്ട് ഈ ചിത്രങ്ങൾ പറയാം. അതിന് സ്മിതിൻ സാറാണ് ഈ പെയിൻറ്റും ഒക്കെ വാങ്ങിച്ചു തരുന്നത്. ആ സാറിന് എൻ്റെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്തത് ആദ്യം സുധീഷ് സാറാണ് പരിചയപ്പെടുത്തിയത്, പ്രസിഡന്റ് സാറിൻ്റെ അടുത്ത്. സുധീഷ് സാറിനും എൻ്റെ നന്ദി അർപ്പിക്കുന്നു.
പിന്നെ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇത്രയും വരയ്ക്കാൻ എനിക്ക് അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ മരാമത്ത് വിങ് തുടക്കം മുതൽ ഒരു സഹായിയെ തന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായിയെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടു കൊടുക്കുക, വെള്ളം സമയാസമയങ്ങളിൽ എത്തി. പക്ഷേ ഭക്ഷണവും വെള്ളമൊന്നും പുള്ളി കഴിക്കാറില്ല. പുള്ളി ഇവിടെ വന്നാൽ പിന്നെ പുള്ളിക്ക് പടം വരച്ച് തുടങ്ങിയാൽ പിന്നെ ഇതിനോടും പുള്ളിക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവ്യത്വം പുള്ളിയുടെ ഈ കരങ്ങൾക്കുണ്ട്. എത്ര നാൾ വേണമെങ്കിലും പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ, പുള്ളിക്ക് എന്നിവിടുന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അന്ന് വരെ ഇവിടെ തങ്ങാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മളിവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പൊതുവായി പ്രത്യേകിച്ച് മരാമത്ത് വിഭാഗം നൽകുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ പിന്നെ ഇദ്ദേഹത്തെ ഞങ്ങൾ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് കൂടി സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് 10,250 ക്ഷേത്രങ്ങളുണ്ട്. അവിടേക്ക് കൂടി അവിടുത്തെ ഉപദേശ സമിതിയോടും അവിടുത്തെ ജീവനക്കാരുടെയും സഹായത്തോടു കൂടി ഇദ്ദേഹത്തിനെയും കൂടി കിട്ടുന്ന സമയത്ത് ആ ക്ഷേത്രങ്ങളിൽ കൂടി ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി ഞങ്ങൾ ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തും. ഓക്കെ, ശരിയോ, സന്തോഷം.